ഹലോ ലോയിറ്റെ, ഗുഡൻ ഡാക്ക്. ആർട്ടിക്കിൾസ് വളരെയധികം തലവേദന സൃഷ്ടിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. കാരണം നമ്മൾ ജർമ്മനിൽ ഏത് വാക്ക് കാണാതെ പഠിക്കുമ്പോഴും അതിൻ്റെ ആർട്ടിക്കിൾ കൂടെ കാണാതെ പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. കാരണം എക്സാംസിലൊക്കെ സ്റ്റുഡൻസ് ഒരുപാട് തെറ്റിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ശരിയായിട്ട് അറിഞ്ഞിരിക്കാതെ നമുക്ക് ആ ഗ്രാമർ ഭാഗം പോവുകയും ആ എക്സാമിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാക്കുകയും അങ്ങനെ എക്സാം ഫെയിലായി പോകുന്ന ഒരുപാട് സിനാരിയോസ് ഉണ്ട്. സോ ആർട്ടിക്കിൾസ് എല്ലാ വേർഡ്സിൻ്റെയും കാണാതെ പഠിക്കണം. നിങ്ങൾ ഓൾറെഡി ഇതിനോടകം ഒരുപാട് വേർഡ്സ് പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഒന്നും ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ ഇങ്ങനൊരു പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ആർട്ടിക്കിൾസ് എല്ലാത്തിൻ്റെയും കാണാതെ പഠിക്കാതെ കുറച്ച് നുറുങ്ങു വഴികൾ അല്ലെങ്കിൽ ഹാക്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ആർട്ടിക്കിൾസ് മനസ്സിലാക്കാം, ഒരു വാക്കിൻ്റെ ആർട്ടിക്കിൾ നമുക്ക് എങ്ങനെ അത് പഠിക്കാതെ തന്നെ തിരിച്ചറിയാം എന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത്. സോ ടോട്ടൽ ജർമ്മൻ വേർഡ്സിൻ്റെ 34% ദർ ആർട്ടിക്കിളും 46% ദി ആർട്ടിക്കിളും ബാക്കി വരുന്ന 20% ദസ് ആർട്ടിക്കിളാണ് വരുന്നത്. സോ ദർ ആർട്ടിക്കിളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സീസൺസ്. എല്ലാ സീസൺസും ദർ ആർട്ടിക്കിളാണ്. ഒരു വീക്കിലെ 7 ദിവസങ്ങളും ദർ ആർട്ടിക്കിളിലാണ് വരുന്നത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എല്ലാം തന്നെ ദർ ആർട്ടിക്കിളാണ് ഉള്ളത്. അതുപോലെ തന്നെ വർഷത്തിലെ 12 മാസങ്ങളും ദർ ആർട്ടിക്കിളിലാണ് വരുന്നത്. കൂടാതെ കോമ്പസ്, ഡയറക്ഷൻസ്, വെതേഴ്സ്, ആൽക്കഹോൾ ഇതെല്ലാം ദർ ആർട്ടിക്കിളാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ബിയർ ഒരു ആൽക്കഹോൾ കണ്ടന്റുള്ള സാധനമാണെങ്കിലും അതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ദസ് ആണ്, ദസ് ബിയർ. ഇനി അടുത്തായിട്ട് ഫെമിനിൻ കാറ്റഗറി അഥവാ ദി ആർട്ടിക്കിളിൽ വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് നമ്പേഴ്സ് ആണ്. എല്ലാ നമ്പേഴ്സും 1, 2, 3, 4, 5 അങ്ങനെ എല്ലാ നമ്പേഴ്സും ദി ആർട്ടിക്കിളിലാണ് വരുന്നത്. രണ്ടാമത്തെ കാര്യം ഫ്രൂട്ട്സ്. എല്ലാ ഫ്രൂട്ട്സും തന്നെ ദി ആർട്ടിക്കിളാണ് വരുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്. ആപ്പിൾ എന്ന ഫ്രൂട്ടിൻ്റെ ആർട്ടിക്കിൾ മാത്രം ദർ ആണ്. ആപ്പിൾ എന്നത് മസ്കുലിൻ ആണ്. ഇനി ദസ് ആർട്ടിക്കിളിൽ വരുന്നത് കളേഴ്സ്, അതുപോലെ ലെറ്റേഴ്സ്, പിന്നെ എല്ലാ മെറ്റീരിയൽസും ദസ് ആർട്ടിക്കിളാണ്. വുഡ്, അയൺ, മെറ്റൽസ് അതുപോലെ വരുന്ന എല്ലാ മെറ്റീരിയൽസും ദസ് ആർട്ടിക്കിളാണ്. ഇനി ഇതിലൊന്നും കാറ്റഗറൈസ് ചെയ്യാത്ത കുറേ വേർഡ്സുകൾ ഇനിയും ഉണ്ട് കുറേ. സോ അത്തരം വേർഡ്സിൻ്റെ എൻഡിങ് എങ്ങനെയാണോ ആ എൻഡിങ് വെച്ചിട്ട് നമുക്ക് ആർട്ടിക്കിൾ കണ്ടുപിടിക്കാം. സോ നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ വേർഡ്സൊക്കെ എങ്ങനെയാണോ എൻഡ് ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് അതിൻ്റെ ആർട്ടിക്കിൾ കണ്ടുപിടിക്കാം. അത് വെച്ച് ദർ ആണോ ദി ആണോ ദസ് ആണോ എന്ന് ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു 20 വേർഡ്സ് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ആ വേർഡ്സിനെല്ലാം ഓരോന്നിനും 4 സെക്കൻഡ് വെച്ചും തരും. ഈ 4 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ആർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് ട്രൈ ചെയ്യുക. സോ ഈ ടെസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നേരത്തെ പറഞ്ഞ എൻഡിങ്സ് നന്നായിട്ട് നോക്കുക, അതുപോലെ തന്നെ ആ കാറ്റഗറീസ് നന്നായിട്ട് നോക്കുക. സോ അതിനുശേഷം നിങ്ങൾക്ക് ഈ 20ൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. സോ നിങ്ങൾ എല്ലാ വേർഡ്സിൻ്റെ ആർട്ടിക്കിൾ ശരിയായി തന്നെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ചൂസ്.